എല്ലാവർക്കും AZB അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് GDയുടെ PYQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ 2 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ക്ലാസ്സിലേക്ക് കടക്കാം. GD എക്സാം സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഇന്ന് 27 അല്ലേ? ഇന്നലെ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം. ഓക്കെ, അപ്പോൾ എക്സാംസിന് പോകുന്നവർ ഈ പറഞ്ഞ കണക്ക് ഇനി ക്ലാസ്, അതായത് ഇനി എക്സാംസ് ഉള്ളവർ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A dealer marks 20% above the cost price and allows a 20% discount. What is the profit or loss percentage? അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GDയുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസും പെർസെൻറ്റേജും കൂടെ ക്ലബ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ ഈ സെഷനിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് നിങ്ങൾക്ക് കഴിഞ്ഞ GDയുടെ ക്വസ്റ്റ്യൻസ് എടുത്താൽ കാണാൻ പറ്റും. അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസും ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസും പെർസെൻറ്റേജും റേഷ്യോ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ A dealer marks 20% above the cost price and allows a 20% discount. അല്ലേ, എന്താണ് കോസ്റ്റ് പ്രൈസ്? ഒരു കോസ്റ്റ് പ്രൈസിൽ നിന്ന് ഒരു 20% ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ഓൾസോ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ? ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഇക്വേഷൻ? മാർക്ക്ഡ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 100 പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് എന്നാണ് അല്ലേ? അപ്പം അതായത് എവിടെ നിങ്ങൾ കോസ്റ്റ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്, പ്രോഫിറ്റ്, ഡിസ്കൗണ്ട് ഈ 4 ടേംസ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ വേണം ഇട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസിനേക്കാളും 20% എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ നമ്മൾ കോസ്റ്റ് പ്രൈസ് 100 എടുക്കുവാണെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് എന്തായിരിക്കും? 120 ആയിരിക്കും. 20% എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ഇട്ടേക്കുക. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 20% എന്ന് പറഞ്ഞാൽ 100 കഴിഞ്ഞു അല്ലെ? 100ൽ 20 കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണ്? 80 ഇടുന്നത്. ഓക്കെ ആണല്ലോ? ഈ 0 ക്യാൻസൽ ചെയ്ത് പോയി, ഈ 0യും ക്യാൻസൽ ചെയ്ത് പോകും. സോ 12 × 8 എത്രയാണ് വരിക? 96 എന്ന് പറയുന്നത് 100 പ്ലസ് പ്രോഫിറ്റ് എന്ന് കിട്ടും. സോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് അവിടെ ഇട്ടിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -4 എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താടാ? മൈനസ് വരുവാണെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ മൈനസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലോസ് ആണ്. എത്ര പെർസെൻറ്റേജ് ആണ് ലോസ് വരുന്നത്? 4% ലോസ് വരിക. സോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ഇറ്റ് ഇസ് ലോസ് ആണെന്ന് മനസ്സിലാക്കണം. സോ ലോസ് ഓഫ് 4% ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഉത്തരവായിട്ട് കിട്ടുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോടാ? സെറ്റ് ആണല്ലോ? സോ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇനിയുള്ള ഡേയ്സ് വളരെ കുറവാണ്. അപ്പോൾ സ്ലോട്ട് നിങ്ങൾ എടുത്തപ്പോൾ നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് ഫസ്റ്റ് ഡേ കയറിയൊക്കെ വരുന്നുണ്ട്, സെക്കൻഡ് ഡേ, അപ്പോൾ ചില ആൾക്കാർക്ക് ലാസ്റ്റ് ആണ്. സോ ആ ലാസ്റ്റുള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞതുപോലെ ഇനിയും ടൈം ഉണ്ട്. സോ ഇക്വേഷൻസ് ഒക്കെ മറന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻസ് ഈ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇക്വേഷൻസ് ഒക്കെ പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അവസാന നിമിഷം ആ ഇക്വേഷൻസ് എങ്കിലും എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, അത് യൂസ്ഫുൾ ആയിരിക്കും. എപ്പോഴും അത് യൂസ്ഫുൾ ആയിട്ടേ വരത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഫൈൻഡ് ദ സിംഗിൾ ഡിസ്കൗണ്ട് ഈക്വലന്റ് ടു സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 25% ആൻഡ് 10%. സോ എന്താണ്? സിംഗിൾ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. നമുക്ക് എന്താണ്? ഈ 2 സക്സസീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് തരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം അല്ലേ? അതായത് 100 എടുത്തിട്ട് 25% പോയി, ദെൻ വീണ്ടും 10% പോയി, അങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ പറഞ്ഞു തരാം. ഇക്വേഷൻ അറിയാമല്ലോ? എന്തായിരുന്നു? സക്സസീവ് കേസ് വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ? x പ്ലസ് y പ്ലസ് xy/100. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? ആണോ? x പ്ലസ് y പ്ലസ് xy/100 ആണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. സോ ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് തരുക അല്ലേ അവർ? അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് സ്ഥാനത്ത് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. സോ ആദ്യം എന്താണ്? 25%ഉം പിന്നീട് 10%ഉം ആണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ -25 -10 പ്ലസ് -25 × -10
ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. ഓക്കെ ആണോ? സോ -25ഉം 10ഉം കൂടി ആകുമ്പോൾ -35 പ്ലസ് ഈ 0 ക്യാൻസൽ ചെയ്യാമല്ലോ, ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. സോ 2.5 എന്ന് കിട്ടും. സോ 35 പ്ലസ് 2.5 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 32.5. നെഗറ്റീവ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? 32.5% ആയിരിക്കും അവിടെ എന്ത് കിട്ടുന്നത് നിങ്ങൾക്ക്. അതായത് 25% ഡിസ്കൗണ്ട് കൊടുത്തു, അതിനുശേഷം 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നെന്ന് പറയുന്നത് ഒറ്റയടിക്ക് 32.5% ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇപ്പോൾ ഇക്വേഷൻ ഓർത്തു വെച്ചാൽ മതി. വലിയ ഇക്വേഷൻ ഒന്നും അല്ല, ചെറിയൊരു ഇക്വേഷൻ ആണ് ഇത്. നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് ഈ ഇക്വേഷൻ? ഈ സിംഗിൾ ഡിസ്കൗണ്ട് വരുന്ന കേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 10% എന്ത് ചെയ്യുന്നു? പോപ്പുലേഷൻ ഒരു സിറ്റിയിലെ കൂടുവാണ്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ 10% വെച്ചിട്ട് കൂടുന്നു. 2 വർഷം കഴിഞ്ഞ ശേഷം ആ വില്ലേജ് അല്ലെങ്കിൽ ടൗണിലെ പോപ്പുലേഷൻ എന്തായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 10% ആകുമ്പോൾ 10 + 10 + 10 × 10/100. സോ നമുക്ക് 21% നെറ്റ് എഫക്റ്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 100 ആണെങ്കിൽ 121 ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 100 121 ആയി എങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷൻ കാണും, അല്ലെങ്കിൽ ഗിവൺ പോപ്പുലേഷൻ കാണും, പ്രസന്റ് എത്രയാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ പ്രസന്റ് വന്നിട്ട് അന്നത്തെ ചോദിക്കും. അവിടെ നമ്മൾ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ 2 ക്വസ്റ്റ്യനിലായിട്ട് 2 ഇക്വേഷൻ പറഞ്ഞു. 2 ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇക്വേഷൻ പഠിക്കാൻ വയ്യാന്നുള്ളവർക്ക് വേറെ രീതിയിലും ചെയ്യാം. ഇപ്പം 100 ആണ്, 25% ഡിസ്കൗണ്ട് പോയാൽ ബാക്കി 75. എഗെയിൻ 100 ആണ്, 10% ഡിസ്കൗണ്ട് പോയാൽ 90. ഇത് സോൾവ് ചെയ്ത് റേഷ്യോ എടുക്കുമ്പോൾ, അതായത് 1000. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1000 എന്ന് പറയുന്നത് 75 × 9 കിട്ടും അല്ലേ? 9 5 45, 63 67, 1675 ആകുന്നു. അങ്ങനെയാണെങ്കിൽ 1675 ആവുമെങ്കിൽ എത്ര കുറയുന്നു? അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, ഇക്വേഷൻ ആണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് കഴിഞ്ഞു കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, an item is marked at 550. If it is sold at a discount of 40%, the selling price becomes 10% higher than its cost price. Find the cost price. എന്താണ്? ഒരു ഐറ്റം മാർക്ക് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്, അതിനകത്ത് MRP എന്ന് പറയുന്നത് 550 രൂപയാണടാ. സോ അത് ഡിസ്കൗണ്ട് കഴിഞ്ഞു. ഇഫ് ഇറ്റ് ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 40%, 40% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം അത് വിൽക്കുവാണ്. അങ്ങനെ വിറ്റപ്പോൾ എന്താ സംഭവിച്ചത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10% ഹയർ ദാൻ ദ കോസ്റ്റ് പ്രൈസ് ആയി. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിന്റെ 10% കൂടി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷനും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ലോജിക്ക് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഐറ്റത്തിന്റെ മാർക്ക്ഡ് പ്രൈസ് 580 അല്ലേ? സോ എപ്പോഴും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് മാർക്ക്ഡ് പ്രൈസിൽ നിന്നായിരിക്കും. ഓക്കെ, എപ്പോഴും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് മാർക്ക്ഡ് പ്രൈസ് ആയിരിക്കും. സോ 550 രൂപ മാർക്ക്ഡ് പ്രൈസ് ഒക്കെ അടിച്ചു വെച്ചു. പക്ഷേ അതിൽ നിന്നും 40% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് വിറ്റത്. അപ്പം നമ്മളൊരു സാധനം കടയിൽ പോയി വാങ്ങിക്കാൻ നിൽക്കുക, 100 രൂപയുടെ ഒരു ഐറ്റമാണ്, ചേട്ടൻ പറയുക 20% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ 100ന്റെ 20% എടുക്കാം. 20 തന്നെയല്ലേ? അപ്പം 100ൽ നിന്ന് 20 കുറച്ച് ബാക്കി 80 രൂപയെ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. സോ ഇവിടെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 580 ആണ്. 40% ഡിസ്കൗണ്ട് പോയാൽ ബാക്കി എത്ര വരിക? 60% മാത്രമേ, ആ പ്രൈസിന്റെ 60% മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ? നമുക്ക് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. സോ 550 ഇൻറ്റു എന്ത് കണ്ടുപിടിക്കാം? 60% കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? 0 2 ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? സോ 6 5 30 33 എത്രയാണ് വരുന്നത്? 330 രൂപ നമുക്ക് അടച്ചാൽ മതി. ഓക്കെ, അതായത് 550 രൂപയുടെ മാർക്ക്ഡ് പ്രൈസ് അയാൾ എത്ര രൂപയ്ക്ക് വിറ്റു? 330 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10% ഹയർ ദാൻ കോസ്റ്റ് പ്രൈസ് ആണ്. സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്രയാണ്? ഫ്രാക്ഷൻ വാല്യൂ എത്രയാണ്? 1/10 അല്ലേ? ആണോ? അതായത് 10 രൂപയാണെങ്കിൽ 1 രൂപ കൂടി എത്ര രൂപയാകുന്നു? 11 രൂപയാകുന്നു. സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10% ഹയർ ദാൻ കോസ്റ്റ് പ്രൈസ് എന്നാ.
കോസ്റ്റ് പ്രൈസിനേക്കാൾ 10% കൂടുന്നു എന്നാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 10 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താകുന്നു? 11 ആകുന്നു. ഓക്കെ ആണോ? അതായത് 1/10 ഓഫ് CP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CP എന്ന് പറയുന്നത് 10 ആണെങ്കിൽ SP എത്ര വരണം? 11 കിട്ടണം. ഓക്കെ, സോ മനസ്സിലാവുന്നുണ്ടോ? കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10% ഹയർ ആണ്. അതായത് കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 130 ആണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഫ്രാക്ഷൻ എടുക്കുമ്പോൾ 10 ആണെങ്കിൽ 11 ആകുന്നു. സോ 11 എന്ന് പറയുന്നത് എന്താ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്? 330. അയാൾ വിൽക്കുന്ന വാല്യൂ അല്ലേ. 11 പറയുന്നത് 330 ആണെങ്കിൽ 10 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എത്രയായിരിക്കും? എത്ര ആയിരിക്കും? ഇൻറ്റു 3 അല്ലേ ചെയ്യുക. സോ ഇൻറ്റു 3 ചെയ്യുമ്പോൾ 300. ഓപ്ഷൻ നമ്പർ A ആയിരിക്കും. നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റെപ്പ് വരുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും സ്റ്റെപ്പ് ഒന്നും വരത്തില്ല. 550ന്റെ 60%, 330, 11 33 ഇൻറ്റു 3. അപ്പോൾ 10 എത്രയായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സ്റ്റെപ്പ് ഒന്നും വരത്തില്ല. വളരെ സിമ്പിളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The price of a fuel decreases by 55%, 10% and 20% in 3 successive months, but increases by 65% in the 4th month. What is the percentage decrease in the price of fuel in the 4th month as compared to the original price? എന്താണ് ഇവിടെ? സക്സസീവ് ആയിട്ട് ഫ്യൂവലിന്റെ പ്രൈസ് എന്ത് ചെയ്യുക? കുറയുവാണ് അല്ലേ. 55%, 10%, 20% കുറയുവാണ്. സോ എന്നിട്ട് 4th മന്തിൽ എന്താ സംഭവിക്കുന്നത്? 65% ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സക്സസീവ് എടുത്ത് ചെയ്യാം. സക്സസീവ് എടുത്ത് ചെയ്താലും കുറച്ച്, അതായത് ഇപ്പോൾ 65, 55, 10, 20 ഒക്കെയാണ്. പിന്നെ എഗെയിൻ 65. അപ്പം 4 ക്വാണ്ടിറ്റി വരുമ്പോൾ ആദ്യത്തെ 2 എടുക്കുക, സക്സസീവ് എടുക്കുക, പിന്നെ 2 എടുക്കുക, അങ്ങനെ ചെയ്യണം. സോ അതൊരു ലെങ്തി പ്രോസസ് ആയതുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമതൊരു മെത്തേഡ് പറഞ്ഞു തന്നില്ലേ, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, 100 ആണെങ്കിൽ എന്താകുന്നു? 55% ഡിക്രീസ് ആണ്. അപ്പൊ ബാക്കി എത്ര വരുന്നുള്ളൂ? 45 വരുന്നുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത 100 ആണെങ്കിൽ 10% പോയിട്ട് 90 വരും. 100 ആണെങ്കിൽ 20 പോയിട്ട് ബാക്കി 80 വരും. ഓക്കെ, ഡിസ്കൗണ്ട് ആണ്. അടുത്ത എന്താണ്? 100 ആണെങ്കിൽ 4th മന്തിൽ എന്താ? 65% ഇൻക്രീസ് ആണ് എന്ന് പറഞ്ഞാൽ 165 ആകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണോ? ഓക്കെ, അപ്പോൾ ഈ 0യും ഈ 0 ക്യാൻസൽ ചെയ്യും, ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യും. ഓക്കെ, ദെൻ നമുക്കിവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 9 കിട്ടും. ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും. ദെൻ ഈ 2ഉം ഈ 8ഉം കൂടി ക്യാൻസൽ ചെയ്യാം, 4 കിട്ടും. ഇനി ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും. ഓക്കെ, ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 15ൽ 3 പ്രാവശ്യം 33 വരും. ഓക്കെ ആണോ? ഇനി ക്യാൻസൽ ചെയ്യാൻ ഈ 2ഉം ഇതും കൂടി ക്യാൻസൽ ചെയ്ത് പോകാം അല്ലേ. അവിടെ എന്ത് വരും? 2 വരും. ഇനിയുണ്ടോ? ഇനിയൊന്നുമില്ല. അപ്പോൾ ഈ 2ഉം ഈ 100ഉം കൂടി ആവുമ്പോൾ 50. ഓക്കെ അല്ലേ? സോ 50 × 100 5000. ഓക്കെ, ഇനി എന്താ വരുന്നത്? ഇവിടെ ഒരു 9 ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്. അപ്പോൾ 81. ദെൻ ഇൻറ്റു 33 അല്ലേ ഉള്ളൂ. സോ 3 24, 3 24. എത്രയാണ് വരുന്നത്? 2673. 2673. സോ 2673 ആയിരിക്കും നമുക്ക് വരുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? 5000 രൂപയാണെങ്കിൽ അത് എത്ര രൂപയായിട്ട് കുറഞ്ഞു? 2673 രൂപയായിട്ട് കുറഞ്ഞു. സോ ഇവിടുത്തെ ഡിക്രീസ് പറഞ്ഞേ എത്ര വരും? 2673. 2700 ആയി. 700 ആകുമ്പോൾ 2300, പിന്നെ 2327 അല്ലേ. 2327 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? 5000ൽ നിന്നല്ലേ കുറയുന്നേ. ഇൻറ്റു എന്ത് ചെയ്യാം? 100 ചെയ്യാം. ഓക്കെ ആണോ? ഈ 0 2 സീറോസ് ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നോക്കിക്കേ, 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 പ്രാവശ്യം 32. 32ൽ 8 5, സോറി 6 അല്ലേ, 6 പ്രാവശ്യം അല്ലേ, 30 6 പ്രാവശ്യം. സോ 46 ആണ് നമുക്ക് വരുന്നത്. നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ, ഡിക്രീസ് ബൈ 46, 48, ഇൻക്രീസ് അല്ല ഡിക്രീസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 50, നമുക്കിവിടെ കിട്ടിയത് 46 അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഓപ്ഷൻ തന്നെ
മാർക്ക് ചെയ്യാം, ബാക്കി ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓപ്ഷനിൽ നിന്ന് പോകണമെന്ന് ഫസ്റ്റ് ക്ലാസ് തൊട്ടേ ഞാൻ പറയുന്നുണ്ട്. എന്താണ്, ഫുള്ള് നിങ്ങൾ ഡിവൈഡ് ചെയ്തൊന്നും കണ്ടുപിടിക്കേണ്ട. ആദ്യത്തെ കുറച്ച് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ സക്സസീവായിട്ട് വരുന്ന കേസിൽ 2 എണ്ണം വരുവാണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ഫോളോ ചെയ്യാം. 3, 4, 5 ഒക്കെ വരുമ്പോൾ ഈ മെത്തേഡ് ആയിരിക്കും എളുപ്പം. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. In an election between two candidates, one candidate received 65% of the total valid vote. 20% of the vote were invalid. If the total number of vote was 7,500, then the number of valid vote received by the other candidate. ഓക്കെ, എന്താ വരുന്നേ? ഒരു ഇലക്ഷൻ ആണ്. ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റിന് എത്ര 65% എന്ത് കിട്ടുന്നുണ്ട്, വോട്ട് കിട്ടും. ടോട്ടൽ വാലിഡ് വോട്ടിന്റെ 65% ഒരാൾക്ക് കിട്ടുന്നു. പിന്നെ പറയുന്നത് 20% വോട്ട് ഇൻവാലിഡ് ആണെന്നും പറയുന്നു. ഇനി എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് എന്ന് പറയുന്നത് 7500 ആണെങ്കിൽ then the number of valid vote received by the other candidate. അപ്പോൾ ഇലക്ഷൻ നടക്കുന്ന 2 കാൻഡിഡേറ്റിനിടയ്ക്കാണ്. ഒരാൾക്ക് വാലിഡ് ആയിട്ട് വോട്ടിന്റെ 65% കിട്ടി, ബാക്കി ആളുടെ, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എത്ര കിട്ടി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നോക്കിക്കേ, നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് തന്നിട്ടുണ്ട്. നമുക്കൊന്നും അസ്യൂം ചെയ്യേണ്ട ആവശ്യം ഇല്ല. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 7500. സോ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം. നോക്കിക്കേ, 7500 ആണ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്. വാലിഡ് വോട്ട് അല്ല, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് 7500 ആണ്. സോ അതിൻ്റെ 20% എന്ന് പറയുന്നത് ഇൻവാലിഡ് അല്ലേ? അത് കളാം. 20% വേണ്ട നമുക്ക്, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇവർ ജയിക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്ന ആ 20% വരത്തില്ല. ഓക്കെ, സോ 20% പോയി, ബാക്കി എത്ര വരും? 80% വരത്തില്ലേ? സോ 7500ന്റെ 80% വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, വാലിഡ് വോട്ട്. ഇതാണ് എന്ത്, വാലിഡ് ആയിട്ട് വരുന്ന വോട്ട്. ദെൻ പിന്നെന്താ പറയുന്നത്, ഈ വാലിഡ് വോട്ടിന്റെ 65% ഒരാൾക്ക് കിട്ടി. ഓക്കെ, വാലിഡ് ടോട്ടൽ വോട്ട് 100 ആണെങ്കിൽ അതിന്റെ 65% ആർക്ക് കിട്ടി? ഒരാൾക്ക് കിട്ടി. അപ്പൊ ബാക്കി മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എത്ര ആയിരിക്കും? 65ന്റെ ബാക്കി എത്ര? 35%. ഓക്കെ അല്ലേ? ആണോ? ഒരാൾക്ക് 65% കിട്ടിയാൽ മറ്റേ നിൽക്കുന്ന, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? ബാക്കി 35% അല്ലേ കിട്ടുക? ഓക്കെ ആണോ? അപ്പോൾ 2 സീറോസ്, ഈ സീറോയും പോയി, 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 7, ഇവിടെ വരുമ്പോൾ 2, ഇതും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 4. സോ 75 × 4 × 7. 75 × 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 75ന്റെ ഇരട്ടി 150. 150ന്റെ ഇരട്ടി എത്ര? 300. 300 × 7. 300 × 7 എത്രയാണ്? 2100. ഓക്കെ, കാൽക്കുലേഷൻ ഒക്കെ കുറച്ച് സ്പീഡപ്പ് ആക്കണം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻ സെറ്റ് ആണല്ലോ? കുഴപ്പമില്ലല്ലോ? ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. A student scored 75% mark in an examination and got 30 mark more than the mark of another student who scored 60% mark. What is the maximum mark of the examination? അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. എന്താണ്, ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഒരു നമ്മൾക്ക് പാറ്റേൺ അറിയാലോ. 20 ക്വസ്റ്റ്യനകത്ത് ഒരു 12-13 നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ഉറപ്പാണ്. ഓക്കെ, പാസ്സാവാൻ മാത്സിലും റീസണിലും കൂടെ ആ ഒരു റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് എഴുതിയാൽ തന്നെ നിങ്ങൾ പാസ്സാകും. ഓക്കെ, എല്ലാവരും പാസ്സാകുകയും വേണം. ഓക്കെ ആണല്ലോ? സോ 75% ഒരു സ്റ്റുഡൻറ്റിന് കിട്ടി. അതെന്ന് പറയുന്നത് ആൻഡ് ഗോട്ട് 30 മാർക്ക് മോർ ദാൻ ദ മാർക്ക് ഓഫ് അനദർ സ്റ്റുഡൻറ്റ് ഹു ഗോട്ട് 60% മാർക്ക്. 60% മാർക്ക് മേടിച്ച ഒരു സ്റ്റുഡൻറ്റിനേക്കാളും 30 മാർക്ക് കൂടുതലാണ് ഈ വിദ്യാർത്ഥിക്ക് കിട്ടിയത്. എന്നാൽ ആ കുട്ടിക്ക് കിട്ടിയ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് എത്രയാണ്? 75%. സോ ഇയാൾക്ക് 75% മാർക്ക് കിട്ടി, മറ്റേയാൾക്ക് 60% മാർക്ക് കിട്ടി. 60% മാർക്ക് കിട്ടിയ ആളെക്കാട്ട് എത്ര മാർക്ക് കൂടുതലാണ്? 30 മാർക്ക് കൂടുതലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? 30. ശരിയാണോ? ഓക്കെ ആണോ? സോ 75ഉം 60ഉം 15% ആണ് 30. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാക്സിമം മാർക്കാണ്. മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്താ കണ്ടുപിടിക്കുക? 100% അല്ലേ?
15 ഇൻറ്റു 2 ചെയ്യുമ്പോഴല്ലേ 30. സോ 100 ഇൻറ്റു 2 200. ഓക്കെ ആണോ? 100 ഇൻറ്റു 2 200. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണല്ലോ? 75% മറ്റേയാൾക്ക് കിട്ടിയത് 60% അല്ലേ? 60 പോയിട്ട് 10 15% അല്ലേ? 15 ഇൻറ്റു 2 30 ആണെങ്കിൽ 100 ഇൻറ്റു 2 200. ഓക്കെ, ക്ലിയർ ആണോ? സോ പെർസെൻറ്റേജിന്റെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ആ തന്നിരിക്കുന്ന മാർക്ക്. ഓക്കെ, ക്ലിയർ? What is the cost price of an article which is sold for rupees 1566 with 8% profit? എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ്? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. ആർട്ടിക്കിൾ സോൾഡ് ചെയ്തത്, അതായത് അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1566 രൂപയാണ്. അങ്ങനെ വിറ്റപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് ലാഭം കിട്ടിയത്? 8% ലാഭം കിട്ടിയത്. ഓക്കെ, 8% ലാഭം കിട്ടി. സോ 100 രൂപയുടെ ഒരു ഐറ്റം 8% ലാഭം കിട്ടണമെങ്കിൽ 108 രൂപയ്ക്കായിരിക്കുമല്ലോ വിൽക്കേണ്ടത്. ഓക്കെ, സോ 108 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ് 1566. 108 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ് 1566 എങ്കിൽ 100 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 100 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിവിഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ പോയിന്റ് ഒന്നും വരുന്നില്ലല്ലോ, കംപ്ലീറ്റ് ആയിട്ട് ഡിവിഷൻ ചെയ്യുന്നുണ്ടല്ലോ. സോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവിഷൻ ചെയ്യുന്ന ഒരു രീതിയിൽ നമുക്ക് നോക്കാം. 108ഉം 1566. ഓക്കെ, അപ്പൊ എത്ര വരും? 1566 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 108 എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ആണ്. സോ 3ന്റെ മൾട്ടിപ്പിൾ ആണ് 3 9 6 3 18. ഇവിടെ ചെയ്യുമ്പോൾ 5 2 2 അല്ലേ? ദെൻ വീണ്ടും 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 18 കിട്ടും. ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 6 1 261 ആണ് വരുന്നത്. ദെൻ 6ഉം 8 വീണ്ടും നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 6 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? കാരണം നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. സോ 3ന്റെ മൾട്ടിപ്പിൾ ആണ് 6 വരും. ഇവിടെ 3ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ 8 വരും. ദെൻ റിമൈൻഡർ 87. 87 നമുക്ക് ഡിവൈഡ് ചെയ്യാമല്ലോ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 2 3 ആകുമ്പോഴത്തേക്കും 2 പ്രാവശ്യം. സോ നമുക്ക് എന്താ കിട്ടുന്നത്? 2900ന്റെ പകുതി. 2900ന്റെ പകുതി എത്രയാണ്? 1450. എത്രയാണ്? 1450. ഓക്കെ, ഒരു ഗസ് ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്ത് നോക്കുക. സോ കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. 8% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 108 ഉണ്ട്. ഓക്കെ, ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിക്കേ. സോണി സോൾഡ് എ മൊബൈൽ ഫോൺ ടു രാജു അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 10% and Raju sold it to Alok at a loss of 5% and Alok sold it to Sohan at a profit of 20% if Sohan bought it for rupees 6270. What is the cost price of the mobile for Sony? എന്താണ്? സോണി ഒരു മൊബൈൽ വാങ്ങി, സോണിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ട്, അത് രാജുവിന് വിൽക്കുവാണ് അല്ലേ? രാജുവിന് വിറ്റത് 10% പ്രോഫിറ്റിനാണ്. ദെൻ രാജു അത് അലോകിന് വിറ്റത് 5% നഷ്ടത്തിനാണ്. അലോക് സോഹന് വിറ്റത് 20% പ്രോഫിറ്റിനാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സോഹൻ അത് വാങ്ങിച്ചത് 6270 രൂപയ്ക്കാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ഓക്കെ, ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ടിട്ട് ആരും ഭയപ്പെടേണ്ട. എന്താണ്? ആദ്യം സോണി അത് ആർക്ക് കൊടുത്തു? രാജുവിന് കൊടുത്തു. രാജു അത് ആർക്ക് കൊടുത്തു? അലോകിന് കൊടുത്തു. അലോക് അത് ആർക്ക് കൊടുത്തു? സോഹന് കൊടുത്തു. ഓക്കെ, ദെൻ സപ്പോസ് സോണി അത് 100 രൂപയ്ക്കാണ്, കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൊബൈലിന്റെ കോസ്റ്റ് പ്രൈസ് സോണി വാങ്ങിച്ചത് 100 രൂപയ്ക്കാണെന്ന് വിചാരിക്കാം. അങ്ങനാണെങ്കിൽ രാജുവിന് അത് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്?
എത്ര രൂപയ്ക്കാണ്? 100ന്റെ 10% ലാഭം എന്ന് പറഞ്ഞാൽ 110 രൂപയ്ക്കാണ് രാജുവിന് അത് വിറ്റത്. ഓക്കെ ആണോ? 100 രൂപയുടെ ഒരു സാധനം 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 110 രൂപയ്ക്ക് രാജുവിന് വിറ്റു. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സോണി സെല്ലിംഗ് പ്രൈസ്, സോണി വിറ്റ പൈസ, അത് തന്നെയാണ് രാജുവിന്റെ കോസ്റ്റ് പ്രൈസ്. ശരിയല്ലേ? സോണി വിൽക്കുന്നത് ആർക്കാണ്? രാജുവിനാണ്. സോ 110 രൂപയ്ക്ക് ആര് കൊടുക്കുന്നു? സോണി കൊടുത്ത സാധനം രാജു വാങ്ങിക്കുക. സോ സോണിയുടെ SP ആയിരിക്കും രാജുവിന്റെ CP ആയിട്ട് വരിക. അടുത്ത രാജുവിന്റെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും അടുത്ത ആളുടെ എന്തായിട്ട് വരിക? കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരിക. അത് മാത്രം ഓർത്ത് വെക്കുക. ഇനി അപ്പൊ 110 രൂപയ്ക്ക് വിറ്റു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? രാജു അത് അലോകിന് വിറ്റത് 5% നഷ്ടത്തിനാണ്. ഓക്കെ, 5% നഷ്ടം പോയിട്ട് ബാക്കി അപ്പൊ എത്രയായിരിക്കും വിറ്റത്? 95%-നായിരിക്കുമല്ലോ വിറ്റത്. സോ 110ന്റെ 95%, ഓക്കെ, 110ന്റെ 95%-നായിരിക്കും രാജു അത് അലോകിന് വിറ്റത്. നഷ്ടം പോട്ടെ, ബാക്കി എടുത്താൽ മതി. ദെൻ അടുത്ത എന്താ പറയുന്നത്? ക്ലിയർ ആണല്ലോ? അടുത്ത അലോക് അത് എന്തിനു ചെയ്തു? സോഹന് വിറ്റത് 20% ലാഭത്തിനാണ്. സോ നിലവില് 110 × 95/100 ആണ് അതിന്റെ രൂപ. ഇനി അതെന്ത് ചെയ്യുന്നു? അലോക് സോഹന് വിറ്റത് 20% ലാഭത്തിനാണ്. 20% എന്ന് പറഞ്ഞാൽ 120/100-നാണ് ആര് വിറ്റത്? അലോക് ആർക്ക് വിറ്റത്? സോഹന് വിറ്റത്. ഈ സ്റ്റെപ്പ് എഴുതിയതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് മീൻസ് മനസ്സിലാകാതെ ഉണ്ടോ? 100 രൂപയുടെ ഒരു ഐറ്റം നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 10% ലാഭം എന്ന് പറയുമ്പോൾ 110 രൂപയ്ക്ക് വിറ്റു. ദെൻ രാജു അത് അലോകിന് വിറ്റത് 5% നഷ്ടത്തിനാണ്. നഷ്ടം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും മാത്രം മതി. സോ 110 രൂപയുടെ ഐറ്റം 5 രൂപ കുറച്ച് ബാക്കി 95-ന് വിൽക്കണ്ടേ? സോ 110 × 95/100 കിട്ടും. ഇനി എന്താ ചെയ്യുന്നത്? അത് ആ എമൗണ്ട് എത്രയാണോ അതിന്റെ 20% ലാഭത്തിനാണ് അടുത്ത ആൾക്ക് വിൽക്കുന്നത്. സോ ആ പ്രൈസിന്റെ 20% എന്ന് പറഞ്ഞാൽ 120/100-നായിരിക്കും അടുത്ത ആൾക്ക് വിൽക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സോഹൻ അത് വാങ്ങിച്ചത് 6270 രൂപയ്ക്കാണ്. ഓക്കെ, സോ 110 × 95/100 × 120/100 എന്ന് പറയുന്നതാണ് എന്ത്? 6270. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 100 കണ്ടുപിടിക്കണം അല്ലേ? 100 യൂണിറ്റ് ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. 100 യൂണിറ്റ് എത്രയായിരിക്കും? അപ്പൊ എത്ര വരുവടാ? 627 × 100 ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? 110 × 95 × 120. മുകളിൽ എന്തുണ്ട്? 2 100 ഉണ്ട്. അത് കളയല്ലേ? ഓക്കെ, അത് എഴുതുന്ന വഴിക്ക് മിസ്സാക്കല്ലേ? ഓക്കെ ആണോ? സോ 120 വെച്ച് പോവുകയാണെങ്കിൽ 6, ഇവിടെ വരുമ്പോൾ 5. ദെൻ ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 പോയി. ദെൻ ഈ 100 5 പ്രാവശ്യം ആകുമ്പോൾ 20, ഇവിടെ ആവുമ്പോൾ 19. ഓക്കെ ആണല്ലോ? ഈ 2ഉം ഈ 6ഉം കൂടി പോവുകയാണെങ്കിൽ 3. ദെൻ ഇവിടെ നോക്കിക്കേ, 3ഉം ഇതും കൂടി പോകത്തില്ലേ? ഇവിടെ എത്ര വരും? 2 9 സോറി 2 2 3 ഉണ്ടല്ലേ? അപ്പൊ 6 0 9. ഓക്കെ ആണല്ലോ? ഇനി 11ഉം ഇതുണ്ടല്ലേ? അപ്പൊ ഈ 11ഉം ഇവിടെയും കൂടെ ക്യാൻസൽ ചെയ്യാം. 11 പ്രാവശ്യം റിമൈൻഡർ 9, അപ്പൊ 19. ഈ 19ഉം ഈ 19ഉം പോകും. ഇനി എന്തുണ്ട്? ഇവിടെ ഒരു 5 ഉണ്ടല്ലേ? ബാക്കി എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയില്ലേ? 5 മാത്രമല്ലേ ഉള്ളൂ. സോ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 5000. സീറോസ് ഒക്കെ നിങ്ങൾ മറന്നേക്ക്, അത് ക്യാൻസൽ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. നമുക്ക് ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. ഏതാണ്? എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി 5 കിട്ടും. സോ ഉത്തരം എന്തായിരിക്കും? 5000. ഓക്കെ ആണോ? സീറോസ് നിങ്ങൾ നോക്കണ്ട, ആ ഡിജിറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സോ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, PYQ ആണ്, എല്ലാം PYQ ആണ്. പക്ഷെ ഇത് കഴിഞ്ഞ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. If profit earned is 25% of the selling price, what is the profit percentage on cost price? നമുക്ക് ലാഭം നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിലാണ്? കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ എപ്പോഴും ലാഭം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസിലാണ്. അപ്പൊ റേഷ്യോ എടുത്താൽ മാത്രം മതി. അതായത്
25% എന്ന് പറയുമ്പോൾ 1/4 ആണ് നമുക്ക് വരിക അല്ലേ. അതായത് സെല്ലിംഗ് പ്രൈസിലാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് പറയുന്നതെങ്കിൽ ഡിനോമിനേറ്റർ എന്ത് വരും? 4 വരും. അതായത് ഡിനോമിനേറ്ററിൽ വരുന്നതായിരിക്കും എന്ത്? സെല്ലിംഗ് പ്രൈസ്. സോ ഇവിടെ സെല്ലിംഗ് പ്രൈസ് 4 ആണ്. 1 രൂപ എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ CP എന്തായിരിക്കും? 4 രൂപയ്ക്ക് ഒരു ഐറ്റം വിറ്റു, 1 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടി. സോ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് നിങ്ങളത് വാങ്ങിച്ചു കാണും? എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു കാണും? 5 രൂപയ്ക്ക് വാങ്ങിച്ചു കാണോ? 3 രൂപയ്ക്ക് വാങ്ങിച്ചു കാണോ? 3 രൂപയ്ക്കായിരിക്കും വാങ്ങിച്ചത് അല്ലേ. 3 രൂപയുടെ ഒരു ഐറ്റം നിങ്ങൾ 4 രൂപയ്ക്ക് വിൽക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് 1 രൂപ ലാഭം കിട്ടൂ. 5 രൂപയ്ക്ക് വാങ്ങിച്ച ഐറ്റം 4 രൂപയ്ക്ക് വിറ്റാൽ നിങ്ങൾക്ക് 1 രൂപ ലാഭം കിട്ടൂ? ഒരിക്കലും ഇല്ല. സോ CP എന്തായിരിക്കും? 3 ആയിരിക്കും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസിൽ വരുന്ന ലാഭം എത്രയാണെന്നാ. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. കോസ്റ്റ് പ്രൈസ് എന്താകും? 3 ആകും ഇൻറ്റു 100. സോ 100/3 എത്രയാണ്? 33.33%. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെല്ലിംഗ് പ്രൈസ് ഓഫ് 320 ആർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 540 ആർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ ലോസ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? ഇതും പ്രീവിയസ് ഒരുപാട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് 320 ആർട്ടിക്കിൾ, 320 ആർട്ടിക്കിളിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 540 ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസിന് തുല്യമാണ്. ഇവിടെ നമ്മൾ എഴുതാൻ എന്തേ ഉള്ളൂ? ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. 320 ആർട്ടിക്കിളിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 540 ആർട്ടിക്കിളിന്റെ CPക്ക് ഈക്വൽ ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇതിന്റെ റേഷ്യോ മാത്രം എടുത്ത് ചെയ്താൽ മതി. 32 54 രണ്ടും കൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. 16 27 ഇനി ക്യാൻസൽ ചെയ്ത് പോകുമോ? ഇല്ല. സോ SP/CP എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? CP 27, SP എത്രയാണ്? 16. എത്ര വരുന്നത്? 27/16. നിങ്ങളപ്പോൾ ഈ പെട്ടിയെ നോക്കിക്കേടാ. SP 27, SP എത്രയാണ്? 27, CP എത്രയാണ്? 16. അതായത് 16 രൂപയ്ക്ക് ഒരു ഐറ്റം വാങ്ങി നിങ്ങൾ എത്ര രൂപയ്ക്ക് വിറ്റു? 27 രൂപയ്ക്ക് വിറ്റു. അപ്പൊ നിങ്ങൾ പറഞ്ഞേ നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 16 രൂപയ്ക്ക് വാങ്ങി 27 രൂപയ്ക്ക് വിറ്റു. അപ്പൊ പ്രോഫിറ്റ് എത്ര ആയിരിക്കും? 11 ആയിരിക്കത്തില്ലേ? ആണോ? 16 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം 27 രൂപയ്ക്ക് വിറ്റുവാണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? 11. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 11. CP എത്രയാടാ? 16 ഇൻറ്റു എത്രയാണ്? 100. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ 50, 4 കൊണ്ട് ക്യാൻസൽ ചെയ്യല്ലേ? 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 25. നോക്കിക്കേ, ഡിനോമിനേറ്ററിൽ 4 ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓപ്ഷൻ നോക്കിക്കേ, 3 3 4 3. 3 ഓപ്ഷനും 3 ആണ് ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് അല്ലേ. ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമല്ലേ നിങ്ങൾക്ക് 4 വന്നിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് എഴുതാം? 68 2/4% എന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. 68 2/4% ആയിരിക്കും ഉത്തരം വരുന്നത്. ഓക്കെ, 25 × 11 എന്ന് പറയുമ്പോഴത്തേക്കും 275 അല്ലേ. അപ്പൊ 275/4 എന്ന് വരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പം എക്സാംസ് അടുത്തു. എക്സാമിൻ്റെ ആ ഒരു ചൂട് വേണം. എന്ത് ചെയ്യണം? നല്ല രീതിയിൽ PYQs ചെയ്തിട്ട് പോകണം. റിപ്പീറ്റായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്താണ് ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ 20 ക്വസ്റ്റ്യൻ വെച്ചിട്ടേ എല്ലാം ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒരു എന്താ പറയുക 80 ക്വസ്റ്റ്യൻ അല്ലേ. 80 ക്വസ്റ്റ്യനകത്തൊരു 40 കൂടുതൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. ആ 40 എണ്ണം ശരിയായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വർഷം തന്നെ GDയിൽ കയറാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾ ഫിസിക്കലും കൂടെ ഒന്ന് കാര്യമായിട്ട് നോക്കിയാൽ മാത്രം മതി കേട്ടോ. സോ ഇന്നത്തെ നമുക്ക് സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത സെഷനിൽ നമുക്ക് കാണാം. താങ്ക്